അപ്പോൾ ഇന്നത്തെ പരിപാടിയായിരുന്നു ടൗണിൽ പോയി. അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ വന്ന് ബസ്സിൽ കയറി അങ്ങ് പതിയെ ബസ് അങ്ങ് പോയി. നമുക്ക് ഈ ആൾക്കാരൊന്നും കുറവായിരുന്നു. വലിയ വീഡിയോ എടുത്തൊന്നും ഇവിടെ പറ്റത്തില്ല, അതുകൊണ്ട് കാണാതെയാണ് എടുക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ ചിലപ്പം പ്രശ്നമാണ്. അപ്പോൾ ഇന്നലെ മഞ്ഞൊക്കെ പെയ്ത് മഞ്ഞൊക്കെ അങ്ങ് മാറി നല്ല തെളിഞ്ഞ് നല്ല സെറ്റപ്പായിട്ട് കിടക്കുകയാണ്. ഇത് ഇവിടുത്തെ ലോ ഫ്ലോർ ബസ്സാണ്. നമ്മൾ പോകുന്നത് ഒരു 20 കിലോമീറ്റർ അകലെയുള്ള ഒരു ടൗണിലാണ്. അപ്പോൾ ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരുന്നു. ഞാനിങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് വീഡിയോ ഒക്കെ എടുത്ത്, പിന്നെ ഫ്രണ്ടിലധികം ആൾക്കാരില്ലാഞ്ഞ കൊണ്ട് ഇച്ചിരി വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയാകത്തത്തെ. അപ്പോൾ അങ്ങനെ കടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ ഒരു ഷോപ്പിംഗ് സെൻ്ററാണ്. ആ ബിൽഡിങ്ങിൻ്റെ മണ്ടയിൽ ജിമ്മ്, അതിൻ്റെ അടിയിൽ റേവേ ഷോപ്പിംഗ് സെൻ്ററൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ടൗണിലാണ് പോകുന്നത്. ഇറച്ചി കാര്യങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ ടൗണിൽ പോകണം. അങ്ങനെ ബസ്സിൽ കയറി ഒരു യാത്ര അങ്ങ് ചെയ്തു. കറക്റ്റ് അവിടെ ട്രാഫിക്കായി. റെഡ് ലൈറ്റ് കത്തി കിടക്കുന്നുണ്ടോ റൈറ്റ് സൈഡിൽ. ഇവിടെ എന്നാ വന്നാലും സീബ്ര ക്രോസിങ്, സൈക്കിൾ ക്രോസിങ് കറക്റ്റ് നിർത്തിയില്ലെങ്കിൽ ഏത് ഇന്ധനാണേലും ഇവിടുത്തെ പ്രധാനമന്ത്രിയാണെങ്കിൽ തന്നെ ഫൈൻ കിട്ടും. ഏത് ആശുപത്രി കേസ് മാത്രം ആംബുലൻസിന് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ, ഫയർഫോഴ്സിനും വേറെ ഒരു വണ്ടിക്കും പോകാൻ പറ്റത്തില്ല. ഏത് ഉദ്യോഗസ്ഥനാണേലും എന്നാ VIP ആണെങ്കിലും അവിടെ നിൽക്കണം. നമ്മുടെ കാറ് കണ്ടോ അവിടെ കിടക്കണേ. അപ്പോൾ അവിടെ സിഗ്നലാണ്. ഇപ്പോൾ ആ സൈഡിൽ സൈക്കിളിങ് മാത്രമേ പോകാൻ പറ്റുള്ളൂ, ക്രോസ് ചെയ്യാം. ഇപ്പം ബസ് കാറുകളെല്ലാം നിരത്തിയിട്ടിരിക്കുകയാണ്. ജർമ്മനിയിലെ കാഴ്ചയാണേ. അപ്പം ഒരു സ്റ്റോപ്പിൽ ഒരാൾ ഇറങ്ങി. പിന്നെ ഞാൻ വീണ്ടും പതിയെ വീഡിയോ എടുക്കുന്നത്. ഇത് DM-ൻ്റെ ഷോപ്പിംഗ് സെൻ്ററാണ്. ഇത് 3 കിലോമീറ്റർ ഇടവിട്ട് ഇഷ്ടം പോലെ ഷോപ്പിംഗ് സെൻ്ററുകളും. ഇത് റേവേ. അപ്പം നല്ല രസമാണ്. ഇപ്പം മഞ്ഞുകാലം ആകാൻ പോകുന്നതുകൊണ്ട് മഞ്ഞുകാലമായി, ഇലകളൊക്കെ പൊഴിഞ്ഞ് നല്ല സെറ്റപ്പാട് നിൽക്കുകയാണ്. ഇന്നലെ നല്ല മഞ്ഞുണ്ടായിരുന്നു, മഞ്ഞെല്ലാം മാറി വീണ്ടും തെളിഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ യാത്ര അങ്ങ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ചുമ്മാ എന്നാൽ വീഡിയോ എടുത്താക്കാം. അന്ന് ഇറച്ചി മേടിക്കാൻ പോകുന്നൊരു വീഡിയോ ഇട്ടാക്കാന്ന് ഓർത്ത് ഇങ്ങനെ നമ്മൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ കാഴ്ചകളൊക്കെ കാണുകയും ചെയ്യാം. നല്ല റോഡൊക്കെ കണ്ടോ, നല്ല കിടിലൻ റോഡ്. അപ്പുറത്ത് 2 വേ ആണ്. ഇപ്പം ഞങ്ങൾ പോകുന്ന ബസ് പോകുന്ന സൈഡിൽ 1 വേ എന്ന് പറഞ്ഞാലും 3 വണ്ടിക്ക് ഒരുമിച്ച് പോലെ സൈഡിൽ കൂടെ പോകാം. അങ്ങനെ യാത്ര നിങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഉടനടി ടൗണിലെത്തും. അപ്പോൾ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ട്രാഫിക്കിലൊക്കെ നിർത്തി പതിയെ. പിന്നെ ഇതിനകത്ത് ഇവിടെ പാട്ട് കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ വലിയ ഒച്ച വെക്കാനൊന്നും പറ്റത്തില്ല, ഫോൺ വിളിക്കാൻ പറ്റത്തില്ല. ഇയർഫോണൊക്കെ വെച്ച് മര്യാദയ്ക്ക് ഇരിക്കാം. വലിയ പാട്ട് കൂത്ത് പരിപാടി നടക്കില്ല. ഇപ്പോൾ അടുത്ത ട്രാഫിക്ക് നിർത്തിയിരിക്കുന്നു. വണ്ടി ക്രോസ് ചെയ്യുന്നു. അവിടെ നിന്നുള്ളത് വീണ്ടും നമ്മൾ യാത്ര തുടർന്നു. ബസ്സുകാരനെയും ബസ് ഓടിക്കുന്ന അണ്ണാച്ചിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അണ്ണാച്ചി നമുക്കൊരു പണി കിട്ടും. അതുകൊണ്ട് ഞാൻ പമ്മിയുണ്ട്, ഗ്ലാസിൻ്റെ സൈഡിൽ പാത്ത് വെച്ചാണ് വീഡിയോ എടുക്കുന്നത്. അങ്ങനെ കടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വമ്പൻ ജനാവലി ട്രാഫിക്. മിനിറ്റിന് ട്രാഫിക് ബ്ലോക്കാണ്. അവിടെ എല്ലാവരും നിർത്തി. എന്നാ ധൃതി ഉള്ളവനാണേലും ഈ ട്രാഫിക്ക് നിർത്തിയില്ലെങ്കിൽ വീട്ടിൽ 8000 രൂപയുടെ പെറ്റി വന്നിരിക്കും. പെറ്റി വരുന്നതിൻ്റെ അല്ല, അറസ്റ്റ് ഇവിടെ ചെയ്യും പോലീസ് കണ്ടെങ്കിൽ. അത്രയ്ക്ക് സ്ട്രിക്റ്റാണ് ജർമ്മനിയിലെ ട്രാഫിക് നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ വണ്ടി ഓടിക്കാൻ ഇവിടെ പറ്റത്തില്ല. അത് ബസ്സുകാരനാണ് ശരി. ഫ്രണ്ടിലെല്ലാം സ്കൂൾ പിള്ളേർ കയറി. അപ്പോൾ പതിയെ നമ്മൾ ഇച്ചിരി സെൽഫായിട്ട് എടുത്തേക്കാന്ന് ഓർത്തു, അല്ലെങ്കിൽ പ്രശ്നമാകും. അപ്പോൾ നമ്മൾ സെൽഫായിട്ട് എടുത്തതാണേ. അപ്പോൾ ബസ്സിൽ നിന്നിറങ്ങി നമ്മുടെ ടൗണിലെത്തി. നമ്മൾ പതിയെ തുർക്കിക്കാരുടെ കടയിലാണ് ഇറച്ചിയുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പതിയെ പോയിക്കൊണ്ടിരിക്കുന്നു. ശ്രീലങ്കക്കാരൻ്റെ കടയിൽ നിന്ന് സാധനമൊക്കെ മേടിച്ചു. അപ്പോൾ നമ്മൾ തുർക്കി കടയിൽ കയറുവാണ്. ഇതാണ് തുർക്കി കട. അപ്പം ഫിഷൊക്കെ വന്നിട്ടുണ്ട്. മീനിൻ്റെ സീസണായതുകൊണ്ട് ഫിഷൊക്കെ എത്തിയിട്ടുണ്ട്. 3-4-5 സൈസ് ഫിഷുണ്ട്. ഞങ്ങൾ ഇച്ചിരി നത്തോലിയും ആപ്പുറത്തിരിക്കുന്ന വണ്ണമുള്ള മീൻ 2-3 മീനും മേടിച്ചു. പിന്നെ ഇവിടെ കോഴിയൊക്കെ വെച്ചേക്കുന്നത് കാണണം, രസമാണ്. എല്ലാം നല്ല സെറ്റപ്പായിട്ട് അവർ അടുക്കി വെച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വലിയ വീഡിയോ എടുത്ത് ഒത്തിരി നടക്കില്ല. ആൾക്കാരുണ്ടെങ്കിൽ എടുക്കാൻ പറ്റില്ല. അതാണ് ഇച്ചിരി മാറിപ്പോയത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇറച്ചിയുടെ സെക്ഷനാണ്. ഇവിടെ മൂത്ത ഇറച്ചി, ഇളവന്ത ഇറച്ചി, അങ്ങനെ എല്ലാ സൈസ്, മീഡിയം, എല്ലും കപ്പയ്ക്കുള്ള കോഴികൾ പല സൈസ് കോഴി, മസാല പുരട്ടിയത്, ലെഗ് പീസ്, ഫുൾ പീസ്, ചങ്ക, മാങ്ങ, കരൾ, ബോൺലെസ്. ഇത് മൊത്തം ആടിൻ്റെ സെക്ഷൻ അവിടെ കണ്ട്. ഇത് പോത്ത്, അങ്ങനെയുള്ള
അപ്പോൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. നമുക്ക് പാക്കറ്റൊക്കെ അഴിച്ച് എന്നൊക്കെ ഉണ്ടെന്ന് സെറ്റാക്കി നോക്കാം. മല്ലിയില, മീൻ, പിന്നെ നമ്മുടെ ബീഫ്, അടുത്തത് കോഴി മേടിച്ചത്, ലെഗ് പീസ് കോഴി, ചെസ്റ്റ് കൂട്ടിയുള്ള ലെഗ് പീസ് നീളത്തിലുള്ള. അപ്പം മഴയും മഞ്ഞുമൊക്കെ അല്ലേ, സൂപ്പൊക്കെ അടിച്ചേക്കാൻ നല്ല ആടിൻ്റെ 2-3 കാലൂടെ അങ്ങ് മേടിച്ചത്. വൈകിട്ടങ്ങ് സൂപ്പ് അടിച്ചിട്ട് നല്ല തണുപ്പാണ്, മഞ്ഞൊക്കെ ആയില്ലേ, പിടിച്ച് നിൽക്കണ്ടേ. പിന്നെ ഇതാണ് എല്ല്, നാളെ ശനിയാഴ്ചന് എല്ലും കപ്പയും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നത്. അതാണ് തുർക്കി കടയിലെ ഐറ്റംസ്. ഇനി അടുത്തത് നമ്മുടെ ശ്രീലങ്കൻ അണ്ണാച്ചിയുടെ കടയിലെ സാധനങ്ങളാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഏത്തക്ക മേടിച്ചായിരുന്നു, ഒരു 3-4 പഴം, 2-3 പച്ച പഴം. ഇവർ ഈ ഏത്തക്ക പടല സൈസല്ല കേട്ടോ, ഒരു ഞെടുപ്പ് കളയാതെ കട്ട് ചെയ്ത് വെച്ചേക്കും ഇങ്ങനെ. അതാണ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ നാട്ടിൽ തന്നെ വേദനിക്കുന്നത് ഇൻസ്റ്റൻറ്റ് അപ്പപ്പൊടി, പച്ച മുളക്, കാശ്മീരി മുളക് പൊടി, കേരളത്തിൽ നിന്ന് വന്നതെന്ന് പറഞ്ഞുകൊണ്ട് കപ്പ തന്നിട്ടുണ്ട്. അപ്പം 3 പാക്കറ്റ് ചെണ്ടക്കപ്പയാണ്. ചെണ്ടക്കപ്പ പോലെ ഇരിക്കും, നമുക്കത് ഞുറുക്കിയെടുക്കാം. ചെണ്ടക്കപ്പ മേടിക്കുകയാണെങ്കിൽ ഇച്ചിരി നല്ലതായിരിക്കും. ഇത് തേങ്ങ ചിരണ്ടിയത്. തേങ്ങ ഇവിടെ നിന്ന് മേടിച്ചാൽ ശരിയാകത്തില്ല. ഇപ്പം ഭയങ്കര വെള്ളമായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന അണ്ണാച്ചി തേങ്ങയുണ്ട്, മൊത്തം 2-ാം ദിവസം ചീഞ്ഞു പോകും. അപ്പോൾ ഇതാണ് മേടിക്കുന്നത്. നമ്മുടെ നാടൻ കപ്പയാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നു വിട്ടതാണ്, അതുകൊണ്ട് ഞാൻ 3 മേടിച്ചു. ചെണ്ടക്കപ്പയാണ്. ചെണ്ടക്കപ്പ എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല, ചെണ്ടക്കപ്പ പുഴുങ്ങാൻ വേണ്ടി കപ്പ പ്രത്യേകം വയ്ക്കുന്നത് നല്ലപോലെ വേഗം, അതുകൊണ്ട് അതാണ് മേടിക്കുന്നത്. നേരത്തൊക്കെ മേടിച്ചു കുറച്ച്. അങ്ങനെയാണ് ഇതാണ് പരിപാടി ഇന്നത്തെ. അപ്പോൾ പാക്കിങ് എല്ലാം സെറ്റാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ കുടഞ്ഞു കൂട്ടിയിട്ട് വീഡിയോ എടുത്ത് ഇട്ടതാണ്. അപ്പോൾ എല്ലാ ഐറ്റംസും ഉണ്ട്, എല്ലാം സർവ്വ സാധനം മേടിച്ചെല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാ സെക്ഷനും ഒക്കെ. അപ്പോൾ ശനിയാഴ്ച ഞായറാഴ്ച ഇനി പിന്നെ മീറ്റ് മേളയാണ്. ഓക്കെ, നല്ല കപ്പയാന്ന് പറഞ്ഞു കൊണ്ടുവന്ന് കഴിഞ്ഞ് ചെണ്ടക്കപ്പ അടിച്ചു. നല്ല കപ്പയാണ്, നല്ല പുട്ട് പോലെ ഇരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ പരിപാടിയായിരുന്നു. ടൗണിൽ പോയി ഇറച്ചി, മീൻ, അങ്ങനത്തെ ഐറ്റം, കപ്പ പരിപാടികളെല്ലാം. അപ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ ഒരു ദിവസം നമ്മൾ ഇറച്ചിക്കൊക്കെ മേടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇച്ചിരി കൂടുതൽ മേടിച്ചോണ്ട് വരും 2 ആഴ്ചയുള്ള. അപ്പോൾ ഇന്നത്തെ പർച്ചേസ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. പുതിയൊരു പർച്ചേസ്, നമുക്കൊരു ഇന്ത്യൻ ഷോപ്പ്, മലയാളികളുടെ ഒരു ഷോപ്പ് ഞങ്ങൾ താമസിക്കുന്ന ടൗണിൻ്റെ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം അവരുടെ കടയിലാണ് പോകുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് ഒരു ശ്രീലങ്കക്കാരുടെ കടയിലാണ് പോയിക്കൊണ്ടിരുന്നത്. പച്ചക്കപ്പയും ഏത്തക്കായും അപ്പപ്പൊടി, പുട്ടുപൊടി, അങ്ങനത്തെ പച്ചമുളക്, അങ്ങനെയുള്ള സാധനം, നമുക്ക് നാടൻ സാധനങ്ങൾ മേടിക്കാം. അപ്പോൾ പുതിയ മലയാളികൾ ഒരു കട തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അവിടെ ആദ്യമായിട്ട് ചേർത്തിട്ടൊന്നും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ വേറെ അവിടെ പോകണമല്ലോ നോർത്ത് അവിടെ തന്നെ നമ്മൾ ആദ്യം പൊക്കോട്ടിരുന്ന ശ്രീലങ്കക്കാരുടെ കടയിൽ തന്നെയാണ് പോയത്. അപ്പോൾ അടുത്ത പ്രാവശ്യം നമ്മൾ മലയാളി കടയിൽ പോകുന്നതാണ്. അപ്പം ജസ്റ്റ് ഇടയ്ക്കൊന്ന് പോയി അന്വേഷിക്കണം. നമ്മളല്ലേ വെറുതെ അവിടെ വരെ പോയിട്ടൊന്നും ഇല്ലെങ്കിൽ എങ്ങനെയാവും നടക്കില്ല. അതുകൊണ്ട് അവിടെ പോയില്ല. ഞങ്ങൾ ശ്രീലങ്ക കടയിൽ തന്നെ സാധനം മേടിച്ചു. തുർക്കി കടയിൽ നിന്നാണ്. തുർക്കി കടയിൽ ഇറച്ചി കാര്യങ്ങളെല്ലാം തുർക്കി കടയിലേ കിട്ടത്തുള്ളൂ. ഓക്കെ, അവിടെ പോർക്ക് മാത്രമില്ല, ബാക്കി എല്ലാ ഐറ്റവും അവിടെ കിട്ടും. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോ കാണാം. ബൈ ബൈ.